സ്വന്തമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ കൊടുക്കണം. കാരണം ഇതിൽ അസത്യം ഇല്ല. മാഷ് ഞങ്ങൾ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യോതിഷമായിട്ടുള്ള ബന്ധമല്ല. ആത്മബന്ധങ്ങൾ ജ്യോതിഷത്തിലേക്ക് കലർത്താൻ പാടില്ല. അത് ആ സന്ദർഭത്തിൽ ഞാൻ കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോംബെയിൽ കഴിഞ്ഞ് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് മാഷ് ഇവിടെ നമ്മുടെ അപ്പൂട്ട മാഷ് സാഹിത്യ അക്കാദമി ചെയർമാൻ ഉണ്ടായിരുന്നു മുമ്പത്തെ അപ്പൂട്ട മാഷ്, ഭാസ്കര മാഷ്, ഇവരെല്ലാം വെച്ച് അവരുടെ വീട്ടിൽ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്ന് ആരോ പറഞ്ഞു ഇങ്ങനെ മാധവന് സുഖമില്ല, ഇവിടെ വിശ്രമിക്കുവാന്ന്. അപ്പം ഇതേ വഴിയാണല്ലോ പോകേണ്ടത്. എന്നിട്ട് അന്നേരം മാഷ് കയറിയതാണ്. കയറി വന്നു, ഞങ്ങളുടെ ഒരു ചായ കുടിച്ചു, വർത്താനം പറഞ്ഞു, മേഡം ഉണ്ടായിരുന്നു ഒന്നിച്ചിട്ട്. ഇതാണ് സംഗതി. എന്നെ കാണാൻ വന്നത് രോഗ വിവരം അറിഞ്ഞിട്ട് ഒന്ന് കാണാൻ കയറിയതാണ്. അല്ലെങ്കിൽ മാഷ്ക്ക് ജ്യോതിഷമായിട്ട് നമുക്കറിയാമല്ലോ, ഈ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്ക്ക് ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അത് മനസ്സിലെന്തെങ്കിലും എനിക്കറിയില്ല. പക്ഷെ എന്നെ കാണാൻ വരുന്നത് വെറും സൗഹൃദ വിഷയത്തിൽ, സൗഹൃദ സംഭാഷണത്തിൽ വന്നതാണ്. അത് സത്യസന്ധമായിട്ട് അറിയാൻ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മാഷ് ജ്യോതിഷം നോക്കാനോ സമയം നോക്കാനോ AKG സെൻറ്ററിൻ്റെ മുഹൂർത്തം നോക്കാനോ വന്നതല്ല. എൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നെ കാണാൻ വന്നതാണ്. എൻ്റെ അസുഖം വിവരം അറിഞ്ഞിട്ട് വന്നതാണ്. ഒരു ജ്യോതിഷൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ വിവാദം. ഞാനൊരു മനുഷ്യനല്ലേ, വ്യക്തിയല്ലേ. ഒരു മനുഷ്യൻ വ്യക്തിബന്ധം, സ്നേഹബന്ധത്തിൽ ഒരാൾ വരുമ്പോൾ അത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് അത്ര നന്നായില്ല എന്നാണ് എനിക്ക് പറയാനുണ്ട്. ഇല്ല, CPM ഇപ്പം നമ്മളെ MLA, നമ്മളെ നാട്ടുകാർ MLA വന്ന് വീട്ടിനെ ജ്യോതിഷം നോക്കാമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അതുമായിട്ടെന്ന് പറഞ്ഞിട്ട് അത്രയും നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവർ വന്നാൽ ഇത് പറയാം. പിന്നെ പിരിവിന് വരുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരും പിരിവില്ലേ, അവരെല്ലാം ജ്യോതിഷം നോക്കാനാവില്ല. അതെ, അന്ന് ഇവിടെ ചായ കുടിക്കുന്ന സമയത്ത് ആരോ മാഷ്ടർ ഒന്നിച്ച് ആരോ ഉണ്ടായിരുന്നു എന്ന് സംശയം ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ കാണുമ്പോൾ മാഷ ഇറങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ ആരോ ഒന്ന് ഫോട്ടോ എടുത്തോന്ന് സംശയമല്ല, ഫോട്ടോ കണ്ടുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മാഷ് വന്നിന് ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നത്, എൻ്റെ ഓഫീസ് റൂമിലൊന്നും അല്ല ഇരുന്നത്. ആ ഫോട്ടോ ഇങ്ങനെ പുറത്തേക്ക് പോയതാണ്. അതാരോ എൻ്റെ ഒരു സഹോദരനാണ് മാഷ്. എൻ്റെ അസുഖങ്ങൾ കാണുമ്പോൾ അറിഞ്ഞിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം ഇത് ഏതായാലും പോകുന്നുണ്ടല്ലോ. ഇവിടെയെല്ലാം അപ്പുട്ട മാഷെടുത്തും മറ്റും പോകുമ്പോൾ ഒന്നേ കയറി